പ്രൈസ് ഗോഡ്. ആവേ മരിയ. നമ്മളെല്ലാവരും തന്നെ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നവരാണ്. ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വീണ് പോകുന്നവരാണ് ഇപ്പോഴും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീണ് പോയി ഫൗസ്റ്റീന ഒരു ദിവസം ചെറിയൊരു തെറ്റ് വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായത് തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ അമ്മയ്ക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഓടി ചാപ്പലിലേക്ക് ഓടി അവിടെ സാഷ്ടാംഗം വീണ് കിടന്ന് ഒത്തിരി സ്നേഹത്തോടെയും എളിമയോടെയും ഒക്കെ ഈശോയോട് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞ് കുർബാനയൊക്കെ സ്വീകരിച്ച് പിറ്റേ ദിവസം ഈശോയുടെ സംഭാഷണത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്. ഈശോ പറഞ്ഞു എങ്ങനെയാണ്, ഈ ചെറിയൊരു അപൂർണത ഉണ്ടായില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. നീ ഇതറിയുക, നിന്നെ തന്നെ എളിമപ്പെടുത്തി മാപ്പപേക്ഷിച്ചതുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിലേക്ക് ഞാൻ വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. ഈശോ ചോദിക്കുക, ആ ഒരു ചെറിയ തെറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. നമ്മളും തെറ്റുകൾ പറ്റിപ്പോവാം, വീണ്ടും വീണ്ടും വീണു പോയേക്കാം. പക്ഷേ ഒരു നിമിഷം പോലും വീണെടുത്ത് കിടക്കരുത്. ഉടനെ എഴുന്നേറ്റോളണം, ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് ഓടിക്കൊള്ളണം. നമുക്ക് വേറെ എവിടെയും പോകാനില്ല. ഈശോ പറയുന്നത്, ഈശോയുടെ കൈ നീട്ടി സ്വീകരിക്കാനിരിക്കുക. ഈശോ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ഈശോ ഫൗസ്റ്റീനമ്മയോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ചെറിയ തെറ്റ് പറ്റിയത് കൊണ്ടാണ് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ എളിമയോടെ നീ ഇപ്പം എൻ്റെ അടുത്ത് വന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു തെറ്റ് വീണ്ടും ആ തെറ്റ് പറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മന്ദോഷനായിട്ട്, ചൂടുമില്ല തണുപ്പുമില്ല, പോകുന്ന പോലെ അങ്ങ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ അങ്ങ് പോയേനെ. പക്ഷേ ഒരു തെറ്റ് ഇടയ്ക്കൊന്ന് വീണത് കൊണ്ടാണ് നമ്മൾ ആ പഴയ സ്നേഹത്തിലേക്ക് വീണ്ടും ഒരു സങ്കടത്തോടെ ബോധത്തോടെ കൂടി വന്നത്. അപ്പോൾ എത്ര വീണാലും എത്ര പാപം ചെയ്താലും അവിടെ കിടക്കരുത്. എഴുന്നേറ്റോളണം, ഓടിക്കൊള്ളണം കുരിശിൻ്റെ താഴേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക്. അവിടെ ഈശോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും, എന്നെ കാത്തിരിപ്പുണ്ടാവും. ഈശോ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല നമ്മളെ. ഈശോയുടെ ഒത്തിരി നമ്മളെപ്പോലെ തന്നെ ഒത്തിരി പ്രലോഭനങ്ങളിൽ പെട്ട ഒരാളാണ് ഈശോ. പക്ഷേ പാപത്തിന് കീഴ്പ്പെട്ടയാളല്ല. പക്ഷേ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോ ഒത്തിരി സ്നേഹത്തോടെ അവിടെ നമ്മൾ നോക്കിയിരിപ്പുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാവേ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന ഈശോയെ, അങ്ങയുടെ മുന്നിൽ, അങ്ങയുടെ മഹാകരുണയുടെ മുന്നിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾക്ക് കൃപ വേണം അപ്പ. ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെ പ്രതിരോധിക്കുവാനും ഞങ്ങളുടെ പ്രലോഭനങ്ങളെ കീഴടക്കുവാനും എത്രയും വേഗം പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി മാറുവാനും തക്ക കൃപ ഞങ്ങൾക്ക് തരണേ ഈശോയെ. അങ്ങയുടെ മഹാകരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അലറിക്കൊണ്ടിരിക്കുന്ന സാത്താനെ തിരിച്ചറിയുവാനും അവനെ തിരിച്ചറിഞ്ഞ് പാപത്തോട് നോ പറയുവാനും പാപ സാഹചര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഡിസ്കണക്റ്റായി അങ്ങയുടെ കൃപയുടെ മഴയുടെ കീഴിലായിരിക്കുവാനും കരുണയുടെ കീഴിൽ, സ്നേഹത്തിൻ്റെ കീഴിൽ ആയിരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. അമ്മേ മാതാവേ, കൂടെ ഉണ്ടാവണമേ.